അമ്മേ മോളെ നിക്കാടാ. എന്താ എന്റെ പെങ്ങൾക്ക് ഒരു കരച്ചില്? അന്ന് ഒളിച്ചോടി പോകുന്ന സമയത്ത് ഇതൊന്നും കണ്ടിട്ടൊന്നുമില്ല. രഞ്ജി നീ ഒന്ന് മിണ്ടാണ്ടിക്ക്. ഓ ഇതായിരിപ്പാ എന്റെ പൊന്നാര അളിയനുണ്ടാ. ഇവളിവിടെ ആക്കാനൊന്നിന് ഓരോ ദിവസം ഓരോ ചൊറയാന്ന് വീട്ടിൽ ഇവളെ കൊണ്ട്. എന്നാണ് പ്രശ്നം മോളെ? നീ കരയാണ്ട് കാര്യം പറ. രാവിലെ പാത്രം എടുക്കാൻ വേണ്ടിട്ട് കിച്ചന്റെ തട്ടിന്റെ അടിയത്തെ ഡോറ് തുറക്കുമ്പം അത് ഊരി വീണു. അതിന്റെ പേരും പറഞ്ഞിട്ട് തുടങ്ങിയ പ്രശ്നമാണ്. നീ എന്തിനിങ്ങനെ കരയുന്നു? അതല്ല ഇങ്ങനെ ഒന്നും അറിയാത്തവർ ഫിറ്റാക്കിയതായിരിക്കും. എന്തറിയാത്തവര് അത് പോട്ട് ഡ്രസ്സ് വെക്കാൻ ആകെ ഒരു ഷെൽഫാണ്ടേന്. അതിന്റെ ഓരോ പീസും 4 മൂലക്ക് വെച്ചിട്ടുണ്ട് ഇവള്. വെറുതെ ഓളെ കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല. ഒളിച്ചോടി കൂട്ടിക്കൊണ്ടുവന്ന സമയത്തെങ്കിലും മൊത്തം നല്ല വൃത്തിക്ക് ഇന്റീരിയർ വർക്കൊന്നും ചെയ്ത് വെച്ചൂടപ്പാ. അങ്ങനെ നല്ല വൃത്തിക്ക് ചെയ്യുന്ന ഒരാളെ കിട്ടണ്ടേ? ആളെ ഞാനാക്കി തരണ. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു ടീമുണ്ട്. അതാരി? എലഗന്റ്. എന്റെ ദൈവേ, എലഗന്റാ? ഇന്റീരിയർ വർക്കാ, എല്ലാം മോഡുലാ കിച്ചണാ. എന്തെന്നാ നിങ്ങക്ക് വേണ്ട ഒന്ന് പറഞ്ഞാ മതി. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മൊത്തം വർക്ക് ചെയ്യുന്ന വലിയൊരു കമ്പനിയാണ്. അറിയാമേ, ഇവരെ പറ്റി കേൾക്കാത്ത ആരായി നാട്ടിലുള്ളത്? വലിയ വലിയ ആൾക്കാർ ഇത് ചെയ്യാൻ പറ്റുന്നല്ലോ, ഒരു ധാരണയും വേണ്ട. ഏതൊരു സാധാരണക്കാരനും ധൈര്യമായി വിളിക്കാം. പൈസ കുറവ് മാത്രല്ല, ബ്രാൻഡഡ് സാധനവും ക്വാളിറ്റി പറയേ വേണ്ട, ഫ്രീ സർവീസ്. അളിയാ ആവിളിയാടെ കേട്ട് അളിയന്റെ ഇപ്പത്തെ തീരുമാനം തോന്നുന്നു. ഇനി എന്ത് തീരുമാനം? ഒന്ന് വിളിച്ചവരോട് വേഗം വർക്ക് കൊടുക്കാൻ പറഞ്ഞു. കാർ കയറി വന്നും കേട്ടെ. പിന്നല്ല, ഏലകൻ ഉണ്ടാകുമ്പോ നമ്മ പിന്നെ എന്തിനു പേടിക്കണം?